വീക്കെൻഡൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് ഇപ്പോൾ നമ്മുടെ കാക്കനാടുണ്ട്, ബോബ ലൈവ്. ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പിങ്ക് തീമിലാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്ന നല്ല സ്പോട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ എലാൻഡൻ ലണ്ടൻ കഫേയുടെ ഒരു തീമാണ് കേട്ടോ. ഇത് കണ്ട വഴി എനിക്ക് ഓർമ്മ വന്നത്. അതേപോലെ തന്നെ ഒരു പിങ്കി ക്യൂട്ട് ഒരു ഇൻസ്റ്റഗ്രാമബിൾ കഫേ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ബോബ ടീയും ബോബ സ്മൂത്തീസൊക്കെയാണ്. ഞങ്ങൾ ന്യൂട്രല സ്മൂത്തി ഓർഡർ ചെയ്തു, പിന്നെ തായ് മാംഗോ കോക്കനട്ട് സ്മൂത്തി ഓർഡർ ചെയ്തു കേട്ടോ. ഇതിലൊക്കെ എക്സ്ട്രാ ബോബ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങളൊരു തിരാമിസു ഓർഡർ ചെയ്തു, 2 മോച്ചി ഓർഡർ ചെയ്തു കേട്ടോ. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മോച്ചി കഴിക്കണമെന്ന്. പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ചെറിയ പീസിന് 210 റുപ്പീസാണ്. സ്മൂത്തീസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് തണുപ്പോടുകൂടെ തന്നെ കുടിക്കണം. കാരണം ഒരെണ്ണം ഞങ്ങൾ ടേക്ക് അവേ ആയിട്ട് വീട്ടിലേക്ക് എടുത്തേ. അപ്പോൾ അത് വീട്ടിൽ വന്നിട്ട് തണുപ്പ് മാറിയിട്ട് കുടിക്കുമ്പം ഇച്ചിരി മധുരം കൂടുതൽ പോലെ തോന്നും. തിരാമിസു നല്ലതായിരുന്നു കേട്ടോ. ബിസ്കോ ഫ്ലേവറിലുള്ള തിരാമിസു ആണ് വാങ്ങിച്ച്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോച്ചി പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല കേട്ടോ. ഇതൊരു സോഫ്റ്റ് സ്ക്വിഷി സാധനമാണ്. തന്നു കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ കഴിക്കാവുള്ളൂ എന്ന് അവർ പറഞ്ഞേ. അതിൻ്റെ തണുപ്പ് പോകാനായിരിക്കും. എനിക്കതിനൊരു ന്യൂട്രൽ ടേസ്റ്റാണേ തോന്നിയത്. പ്രത്യേകിച്ച് വികാരം ഒന്നും തോന്നിയില്ല. ഇമ്പോർട്ടഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും റേറ്റ്. എന്തൊക്കെയായാലും ആരും കഫേ മിസ്സാക്കല്ലേ. നല്ല വേർത്താണ് ഇതിൻ്റെ ആംബിയൻസ്. നല്ല സമാധാനമായിട്ടൊരു വീക്കെൻഡ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ചില്ല് ചെയ്യാന്നേ.